ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു ആൻ്റണി. ഞാൻ ഏഴുപുന്നയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. സൗദിയിൽ 2 വർഷം ജോലി ചെയ്യുകയായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം സൗദി പോയ സമയത്തായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് 2023-ലായിരുന്നു. 2 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനി അണ്ടറിലായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, കമ്പനി അണ്ടറിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കുറവായിരിക്കും, സാലറി ഭയങ്കര ഡിലേ ആയിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളും ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിരുന്നു. ആ സമയത്തെല്ലാം അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴാണ് എനിക്ക് അതിനൊരു ശക്തി തന്നിട്ടുണ്ടിരുന്നത്. അതെല്ലാം തരണം ചെയ്ത് അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ 2025 എക്സിറ്റ് വരികയാണ്. എക്സിറ്റ് വന്നതിന് ശേഷം 2 കൊല്ലം സൗദിയിലായതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് ഉടമ്പടി പുതുക്കുവാനൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് പിറ്റത്തെ മാസം, അതായത് ഒക്ടോബറിൽ തന്നെ ഞാൻ വന്ന് ഇവിടെ പുതിയ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു ഡയറക്റ്റ് വിസ തന്ന് അനുഗ്രഹിക്കണം, കാരണം എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ ഡിസംബർ മാസം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റി. അങ്ങനെ 21-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ജനുവരി മാസത്തിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനിരുന്ന ആ സമയത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ-ഇറാൻ യുദ്ധം ആരംഭിച്ചത്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 മാസം കഴിഞ്ഞപ്പോൾ മാർച്ച് മാസം 15-ാം തീയതി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മ ഈ മാസം തീരുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. അങ്ങനെ പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 28-ാം തീയതി ഞാൻ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നിക്കുകയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ച് അപ്പോൾ തന്നെ ആ ചേച്ചി ഓൺലൈനിലുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, മോളെ നിനക്കൊന്ന് റെഡി ആയില്ലേ? അപ്പം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു അർജൻറ്റ് വേക്കൻസി ഉണ്ട്, ഞാനൊന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വരികയാണ്, എടി ഡോക്ടർ പറഞ്ഞു വിസ ഇവിടെ റെഡിയാണ്, നിന്നോട് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് പെട്ടെന്ന് കയറി വരാനാണ് പറയുന്നതെന്ന്. പെട്ടെന്ന് ഞാൻ ആ നിമിഷം തന്നെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. ഞാൻ ആ ചേച്ചിക്ക് അങ്ങനെ മെസ്സേജ് അങ്ങനെ അയക്കാത്ത ആളല്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുവാണ് നീ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഹോസ്പിറ്റലുകാർ അയച്ച വിസയും പിന്നെ അവിടുത്തെ ഒരു ഏജൻസിൻ്റെ നമ്പറും എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ കിടക്കുന്നതാണ്. അങ്ങനെ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ആ ഏജൻസിക്കാരനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആ വിസ അയച്ചു കൊടുത്തു. അതിനുശേഷം എല്ലാ പ്രോസസ്സിങ്ങും വളരെ ഫാസ്റ്റായിരുന്നു. സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, പോകാനിരിക്കുന്നവർക്കും 1 മാസം കൊണ്ട് എല്ലാ പ്രോസസ്സിങ്ങും അറ്റസ്റ്റേഷനും എംബസി അറ്റസ്റ്റേഷനൊക്കെ നമുക്ക് ഒത്തിരി താമസം എടുക്കുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ എല്ലാം കഴിഞ്ഞ് വിസ അടിച്ച് വന്നു, പിന്നെ ടിക്കറ്റ് വന്നു. 1 മാസം കൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കിയത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം സാധിച്ചു തരികയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അമ്മ എനിക്ക് പുതിയൊരു സ്ഥലം ഒരുക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു, നിങ്ങൾ മുന്തിരിച്ചെടിയും ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കും. ആ വചനം പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ആ തിരുവചന വായനയുടെ കൂടെ ഞാനത് വായിക്കുകയാണ്. പിന്നെ ആത്മീയമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി പോയ അന്ന് തന്നെ ഞാൻ പ്രാർത്ഥനയും പിന്നെ അതുപോലെ കുടുംബ പ്രാർത്ഥനയും തുടങ്ങുകയാണ് ഉണ്ടായത്. ഇതുവരെ അത് മുടങ്ങാതെ കൊണ്ടുപോകുവാൻ വേണ്ടി എന്നെ സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, എൻ്റെ വീട് എഴുപുന്ന ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ തുറവൂരാണ് എനിക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ ഞാൻ ഇവിടുന്ന് ചേർത്തല ഇറങ്ങി അവിടുത്തെ KSRTC സ്റ്റാൻഡിലും ബസ്സിലുള്ളവർക്കെല്ലാം പത്രം കൊടുത്ത്
അതിനുശേഷം അവിടുന്ന് ഓട്ടോ പിടിച്ച് പോയി അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെയുള്ളവർക്കൊക്കെ പത്രങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ചില സമയത്തെല്ലാം പത്രം എനിക്ക് ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയെല്ലാം തീർന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമാകും. ഞാൻ ഓർത്ത് അയ്യോ എന്നാൽ 2 കെട്ട് പത്രം കൂടെ വാങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൊടുക്കാമായിരുന്നു എന്ന്. അതുപോലെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് അവിടെ തുറവൂര് ഗവൺമെൻറ് ആശുപത്രി, ഇവിടെ എന്നെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഞങ്ങൾക്ക് അവിടെയാണ് അടുത്ത്. ഞാൻ അവിടെ പോവുകയും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണ്ടവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ഞാൻ അവിടെ എല്ലാ മാസവും പോയിട്ട് നമ്മളെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഇതുവരെ ചെയ്തു തന്ന എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. 94-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. മഞ്ജു എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയൊരു സങ്കടം, ഒരു ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് സമയച്ചുരുക്കത്തിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോരേണ്ട ഈ മകളുടെ വീണ്ടും ഒരു വലിയ സാധ്യതകളോടെ നല്ല ഒരു പുതിയ സ്ഥലം ഒരുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ പുതിയ ജോലിയും പുതിയ ഭവനവും പുതിയ സാധ്യതകളും നൽകി ഒരു ഞെട്ടിക്കുന്ന വിസയും ടിക്കറ്റും കൊടുത്ത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് ഈശോ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു ഉഴപ്പൽ മൂലം മകൾക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. ഉടമ്പടി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. മറ്റു പ്രാർത്ഥനകളുടെ പോലെ ഒരു നൊവേന ചൊല്ലുന്നത് പോലെയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു വളരെ ആത്മാർത്ഥമായി അത് പുനരാവർത്തിക്കാൻ പരിശുദ്ധ അമ്മ പ്രേരിപ്പിച്ചതുമൂലം ആ ഉടമ്പടി വളരെ കൃത്യമായി ഈശോയോടുള്ള ബന്ധം ഉറപ്പിക്കുവാനും ഈശോയുടെ ബന്ധം ഏറ്റുപറയുവാനും ആ ബന്ധത്തിലായിരിക്കുവാനുമുള്ള കൃപ ലഭിച്ചതിൻ്റെ കൂടി ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ മകളോട് പറയുന്ന ഒരു വലിയ സാക്ഷി കൂടിയാണിത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം എടുത്തു വായിക്കുക. ആ അധ്യായത്തിൽ പറയുന്നത് മുന്തിരിവള്ളിയും ശാഖകളും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ്. സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായ ഒരു കാവ്യം തന്നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, സ്നേഹം എന്താണ്, സ്നേഹത്തിൻ്റെ ആ ഡെഫിനിഷൻ, നിർവചനങ്ങളെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം കാത്തിരിക്കുന്നു, സ്നേഹമെല്ലാം അതിജീവിക്കുന്നു. ഈ കഴിവുകളും കൃപകളും എല്ലാം മഞ്ജുവിനെ ഈ ഉടമ്പടി പുതുക്കിയപ്പോൾ ലഭിച്ചു എന്ന് മഞ്ജു ഏറ്റു പറയുകയാണ്. സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വലിയ ആധ്യാത്മിക സമ്പത്താണ്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ നമ്മെ സ്നേഹിക്കുന്നു. നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി 10 സ്റ്റെപ്പ് എടുക്കുന്നു. 4 പ്രാവശ്യം മാത്രമേ ദൈവം നമ്മെ പണിഷ് ചെയ്യുകയുള്ളൂ എന്ന് പഴയ നിയമത്തിൽ നാം വായിച്ചെടുക്കുന്നു. അനുഗ്രഹിക്കുമ്പോൾ ദൈവം 1000 തലമുറകളോളം നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുകൂടി നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരുന്ന വഴികൾ, ഇനി ഈശോയെ ഒരിക്കലും ഞാൻ കൈവിട്ടു പോകുകയില്ല എന്ന് തൻ്റെ ഒരു ചെറിയ ഒരു അകൽച്ചയിൽ നിന്ന് മഞ്ജു തീരുമാനിച്ച ഒരു നിലപാടെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നാം കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാനും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുവാനും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളും അടയാളങ്ങളും ഏറ്റുപറയുവാനും നമ്മുടെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗങ്ങളുമെല്ലാം നാം വിശ്വാസപ്രയോഗമായി വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദേശത്ത് പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.